we are going to learn how to ask can in English. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ can എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കഴിഞ്ഞ വീഡിയോസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ക്യാനിനെ കുറിച്ചാണ്. എങ്ങനെയാണ് can യൂസ് ചെയ്യുന്നത്? can to show ability. എന്താ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കഴിവ് അല്ലേ? നമ്മുടെ ഒരു കഴിവിനെ കുറിച്ച് പറയാനാണ് എന്ത് വയ്ക്കുക, ക്യാൻ വയ്ക്കുക, ടു ഷോ എബിലിറ്റി. പക്ഷേ ക്യാൻ വയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് വെക്കണം, ദെൻ ക്യാൻ, അതിനുശേഷം വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പൊ എങ്ങനെയാ? സബ്ജക്റ്റ് ക്യാൻ V1, വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് വെക്കുക. അപ്പോ എനിക്ക് നീന്താൻ കഴിയും, എങ്ങനെ പറയാ? ഐ ക്യാൻ സ്വിം. എനിക്ക് ക്യാൻ കഴിയും, സ്വിം നീന്താൻ അല്ലേ? സ്വിം ഫസ്റ്റ് ഫോം ആണ് വേർബിന്റെ. ഐ ക്യാൻ സ്വിം, എനിക്ക് നീന്താൻ കഴിയും. അവൾക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിയും. ഷീ ക്യാൻ ഡാൻസ് വെൽ, അവൾക്ക് നന്നായി ഡാൻസ് ചെയ്യാൻ കഴിയും. അവന് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഹി ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അപ്പൊ എനിക്ക് ഇംഗ്ലീഷിൽ എഴുതാൻ കഴിയും എന്നൊക്കെയാണെങ്കിലോ എങ്ങനെ പറയാം? ഐ ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. റിപ്പീറ്റ് ആഫ്റ്റർ മീ. ഐ ക്യാൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. നിനക്ക് മനോഹരമായി എഴുതാൻ പറ്റും, എങ്ങനെയാ പറയാ? ട്രൈ. യു ക്യാൻ റൈറ്റ് ബ്യൂട്ടിഫുൾ. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ക്യാനിന്റെ വേറൊരു യൂസേജ് ആണ് ടു ആസ്ക്. ഒരു കാര്യം നമുക്ക് ചോദിക്കാൻ ക്യാൻ വെക്കാം, ടു ആസ്ക്. ഓക്കെ, ടു ആസ്ക്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ക്യാൻ ഫസ്റ്റ് വെക്കണം കേട്ടാ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്യാൻ ഫസ്റ്റ് വെക്കണം, എന്നിട്ട് സബ്ജക്റ്റ് വെക്കുക, ദെൻ വേർബിന്റെ ഫസ്റ്റ് ഫോം വെക്കാം. ക്യാൻ സബ്ജക്റ്റ് V1. അപ്പൊ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയുമോ? Can I go outside? എനിക്ക് പുറത്തേക്ക് പോകാൻ കഴിയുമോ? എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമോ? Can I sit here? എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുമോ? അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെ? ക്യാൻ സബ്ജക്ട് വേർബിന്റെ ഫസ്റ്റ് ഫോം, ഇങ്ങനെയാണ് വയ്ക്കുക. അപ്പൊ എനിക്ക് നിന്റെ മൊബൈൽ യൂസ് ചെയ്യാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കുക? Can I use your phone? മനസ്സിലായില്ലേ? Can I use your phone? അപ്പോ ഈ ബുക്ക് എനിക്ക് എടുക്കാൻ കഴിയുമോ എന്നെങ്ങനെ ചോദിക്കുക ഇംഗ്ലീഷില്? Comment here. If you like this video, please don't forget to subscribe, like and share my channel. See you in the next video. J6.